ഹനാസ് പി എസ് സി കോർണർ. ഇന്ന് നമ്മൾ മാർച്ച് 22, 23 ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2026 മാർച്ച് 22 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്ത്? വാട്ടർ ആൻഡ് ജെൻഡർ. 2026 മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്ത്? ഒബ്സർവിംഗ് ടുഡേ, പ്രൊട്ടക്ടിംഗ് ടുമോറോ. 2026 മാർച്ചിൽ UK ഓണററി നെറ്റ്ഹുഡ് നൽകി ആദരിക്കപ്പെട്ട ഇന്ത്യൻ ആര്? N ചന്ദ്രശേഖരൻ. ഇദ്ദേഹം ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനും കൂടിയാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഇന്ത്യയിൽ ഡ്രോണുകൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ സിവിലിയൻ മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനുമായി ആവിഷ്കരിച്ച പദ്ധതി ഏത്? മിഷൻ ഡ്രോൺ ശക്തി. അപ്പോൾ കണക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഡ്രോൺ ശക്തി. രണ്ടിലും ഡ്രോൺ ഉണ്ട്, അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 വേദി എവിടെ? ന്യൂഡൽഹി. 86% സ്കൂളുകളും പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി സാക്ഷ്യപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത്? മേഘാലയ. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി നാഷണൽ ജിയോ ഹെറിറ്റേജ് സെറ്റായി പ്രഖ്യാപിച്ച കലിഞ്ചർ കോട്ടയെ ചുറ്റിപ്പറ്റിയുള്ള കുന്നിൻ പ്രദേശം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. 2026 ഏപ്രിലിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ ഏത്? INS താരഗിരി. അടുത്തിടെ വനിതാ ടീമുകൾക്ക് വനിതാ പരിശീലകരെ നിർബന്ധമാക്കിയ കായിക സംഘടന ഏത്? ഫിഫ. 2026 മാർച്ചിൽ അന്തരിച്ച ഹോളിവുഡ് താരവും ആയോധനകല വിദഗ്ധനുമായ വ്യക്തി ആര്? കാർലോസ് റേച്ചക് നോറിസ്. 2026 മാർച്ചിൽ US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥൻ ആര്? അലി മുഹമ്മദ് നൈനി. ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നതിനായുള്ള 129 ഭരണഘടനാ ഭേദഗതി ബില്ലും അനുബന്ധ ബില്ലും പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ ആര്? PP ചൗധരി. വാഹനങ്ങളിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി ഇന്ത്യയിലെ ആദ്യത്തെ മൈക്രോ ആൾഗെ എയർ ടവർ സ്ഥാപിച്ച നഗരം ഏത്? ഡൽഹി. ഈ പോയിന്റ് നോട്ട് ചെയ്യുക. എല്ലാ ആൽഗകളും ഉപയോഗപ്രദമല്ല, എന്നാൽ ചില ആൽഗകൾ നമുക്ക് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ സഹായിക്കാം. അതുകൊണ്ടാണ് പൊല്യൂഷൻ കൂടിയ നഗരമായ ഡൽഹിയിൽ ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത്. അപ്പോൾ കണക്ട് ചെയ്യാലോ. പൊല്യൂഷൻ കൂടിയതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് ആൽഗെ എയർ ടവർ സ്ഥാപിച്ചത്. ഇന്ത്യ ജസ്റ്റിസ് റിപ്പോർട്ടിൻ്റെ കൺസ്യൂമർ ജസ്റ്റിസ് 2026 ഉപഭോക്തൃ നീതി റാങ്കിംഗ് പട്ടികയിൽ വലിയ സ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമതുള്ള സംസ്ഥാനം ഏത്? ആന്ധ്രാപ്രദേശ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലം ചരക്ക് നീക്കത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികളെ സഹായിക്കുന്നതിനായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച പുതിയ പദ്ധതി ഏത്? റിലീഫ്. റിലീഫിൻ്റെ ഫുൾ ഫോം റെസിലിയൻസ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻ്റർവെൻഷൻ ഫോർ എക്സ്പോർട്ട് ഫെസിലിറ്റേഷൻ. HDFC ബാങ്കിൻ്റെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അടുത്തിടെ രാജിവെച്ചത് ആര്? അദാനു ചക്രവർത്തി. 2024-25 സാമ്പത്തിക വർഷത്തെ നാഷണൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ വസ്ത്ര കയറ്റുമതിയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏത്? തമിഴ്നാട്. 2028 വേൾഡ് ഇൻഡോർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ഏത്? ഭുവനേശ്വർ. ഇനിയും ഇതുപോലെ ക്വസ്റ്റ്യനും ഉത്തരവും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന കോഡുകൾ വല്ലതും വേണമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായി ഹനാസ് PSC കോർണർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.